TVKയുടെ നേതാവ് ശ്രീ വിജയ് ഞങ്ങളുടെ തമിഴ്നാട് പാർട്ടി ഘടകത്തിന് സ്റ്റേറ്റ് സെക്രട്ടറിക്ക് ഒരു ലെറ്റർ ഇന്നലെ രാത്രി എഴുതിയിട്ടുണ്ട്. വിജയ് തന്നെ ഒപ്പിട്ട അവരുടെ ലെറ്റർ ഹെഡിലുള്ള ഒരു ലെറ്ററാണ്. അതിൽ പിന്തുണ ആവശ്യപ്പെട്ടിട്ടുണ്ട്. CPIയുടെ പിന്തുണ ഗവൺമെന്റ് രൂപീകരണത്തിന് വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ സംസ്ഥാന കമ്മിറ്റി ആലോചിക്കുകയും അവരെ ചർച്ച ചെയ്യുകയും അവരുടെ തീരുമാനം ദേശീയ നേതൃത്വത്തെ അറിയിക്കും. ഞങ്ങളുടെ ദേശീയ എക്സിക്യൂട്ടീവും ദേശീയ കൌൺസിലും ഒക്കെ ഈ വരുന്ന ദിവസങ്ങളിൽ ചേരാനിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളും അതിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ അഭിപ്രായം അറിഞ്ഞതിന് ശേഷം ദേശീയ നേതൃത്വവും അതിനെക്കുറിച്ച് ആലോചിച്ച് ഉചിതമായ ഒരു തീരുമാനം കൈക്കൊള്ളും. ഇപ്പോൾ പറയാനുള്ളത് TVKയുടെ അധ്യക്ഷൻ വിജയ് CPI സംസ്ഥാന കൌൺസിലിന്, തമിഴ്നാട് സംസ്ഥാന കൌൺസിലിന് പിന്തുണ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു കത്തയച്ചിരിക്കുന്നു എന്നുള്ളതാണ്. പിന്തുണയ്ക്കുകയാണെങ്കിൽ അത് മന്ത്രിസഭയുടെ ഭാഗമാവോ അതോ പുറത്തുനിന്നുള്ള? ഇല്ല, അതിനെക്കുറിച്ച് ആദ്യം പിന്തുണയ്ക്കണമോ വേണ്ടയോ എന്നുള്ളത് ആദ്യം തീരുമാനിക്കണം. അതിനുശേഷം മറ്റൊരു അങ്ങോട്ടേക്കുള്ള കാര്യങ്ങൾ. പല ഓപ്ഷൻസ് ഉണ്ട്, പാർട്ടിക്ക് മുന്നിൽ പല ഓപ്ഷൻസ് ഉണ്ട്. 2 സീറ്റിലാണ് വിജയിച്ചതെങ്കിലും പാർട്ടിക്ക് മുന്നിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പല ഓപ്ഷനുകളുണ്ട്. ആ ഓപ്ഷനുകളെ കുറിച്ച് വിശദമായി പരിശോധിച്ച ശേഷം പാർട്ടി ഉചിതമായ തീരുമാനം കൈക്കൊള്ളും. ഒരു പൊതുവായിട്ട് ഉയർന്നിട്ടുള്ള വികാരം എന്താണ് ഇത്തരത്തിൽ? ഇപ്പോൾ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായിട്ടാണ് CPI നിൽക്കുന്നത്. തമിഴ്നാട്ടിൽ യുവജനങ്ങളുടെ ഒരു വികാരം മനസ്സിലാക്കണമെന്നാണ് രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം ഉണ്ടായത്. അവിടെ കോൺഗ്രസ് TVK പിന്തുണയ്ക്കാമെന്നുള്ള തീരുമാനത്തിലേക്ക് പോയിരിക്കുന്നു. അപ്പോൾ CPIയിലും ഇടതു പാർട്ടികളിലും പൊതുവായിട്ട് ഉയർന്നൊരു വികാരം എന്താണ്? അല്ല, ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായല്ല CPI ഇക്കാര്യത്തിൽ തീരുമാനിക്കുക. CPI ഒരു ഇൻഡിപെൻഡന്റ് പാർട്ടി എന്ന നിലയിൽ CPI അതിന്റെ തമിഴ്നാട്ടിലെ രാഷ്ട്രീയം, തമിഴ്നാട്ടിൽ ഞങ്ങൾ BJPയെ പുറത്തു നിർത്തുക എന്നുള്ള, BJPയെ പരാജയപ്പെടുത്തുക എന്നുള്ള ഫാസിസ്റ്റ് പാർട്ടിയായ BJP പാർട്ടിയെയും അതിന്റെ സഖ്യത്തെയും അധികാരത്തിൽ നിന്ന് അകറ്റി നിർത്തുക എന്നുള്ള ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന പാർട്ടിയാണ്. അപ്പൊ തമിഴ്നാട്ടിൽ അത്തരമൊരു സാഹചര്യം ഉരുത്തിരിയരുത് എന്ന് CPI ആഗ്രഹിക്കുന്നുണ്ട്. CPIയുടെ നിലപാടാണ്, രാഷ്ട്രീയ നിലപാട് അതാണ്. ആ നിലപാടിനനുസരിച്ച് CPI ഉചിതമായ തീരുമാനം തമിഴ്നാട്ടിൽ ഇക്കാര്യത്തിൽ നിർത്താനുള്ള ഒരു നിലപാട് തന്നെയായിരിക്കും സ്വീകരിക്കുന്നത്. തീർച്ചയായിട്ടും. അത് പറയുമ്പോഴും തമിഴ്നാട്ടിൽ മത്സരിച്ചത് ഇന്ത്യ സഖ്യമായിട്ടാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പിന് ശേഷം ഇത്തരത്തിലൊരു ഒരു പാർട്ടിയെ മാറ്റി നിർത്തിക്കൊണ്ട് ബാക്കി എല്ലാവരും വിജയിച്ച പാർട്ടിക്കൊപ്പം പോകുന്നു എന്നുള്ളതിലൊരു ധാർമ്മിക പ്രശ്നമുണ്ട്. അല്ല, രാഷ്ട്രീയത്തിൽ ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ 10 വർഷത്തിലേറെയായി ഇന്ത്യ സഖ്യം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഒരുപക്ഷെ തമിഴ്നാട്ടിൽ ഒരു മുപ്പോക്ക് കൂട്ടണി എന്ന് ചൊല്ലി, മതസാർവറ്റ മുപ്പോക്ക് കൂട്ടണി, ഒരു സെക്യുലർ പ്രോഗ്രസീവ് അലയൻസ് എന്ന് പറഞ്ഞ ഒരു അലയൻസ് നിലനിന്ന് അതിന്റെ ഭാഗമായാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഞങ്ങൾ മത്സരിച്ചത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് മത്സരിച്ചത്. പക്ഷെ ഞാൻ അതാണ് പറഞ്ഞത്, പല ഓപ്ഷൻസ് ഞങ്ങളുടെ മുമ്പിലുണ്ട്, പാർട്ടിക്ക് മുമ്പിലുണ്ട്. ആ ഓപ്ഷനുകളെല്ലാം പരിശോധിച്ച് ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാടിനനുസരിച്ചുള്ള ഒരു നിലപാട് പാർട്ടി. എന്തിനും ചാൻസ് ഉണ്ടല്ലേ? എന്തിനും ചാൻസ് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല. TVKക്ക് സപ്പോർട്ട് കൊടുക്കാനൊന്നും അങ്ങനെ അകറ്റി നിർത്തേണ്ട സംവിധാനമാണെന്ന് കാണുന്നില്ല. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ TVK അകറ്റി നിർത്തുന്നതോ ഇല്ലയോ എന്നുള്ളതല്ല. ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാടെന്ന് പറഞ്ഞാൽ അത് BJPയെയും സഖ്യകക്ഷികളെയും അധികാരത്തിൽ നിന്ന് അകറ്റി നിർത്തുക എന്നുള്ളതാണ്. അതിനനുസൃതമായിട്ടായിരിക്കും ഞങ്ങളുടെ BJPയുടെ പ്രോക്സിയാണെന്നൊരു ആക്ഷേപമുണ്ട്. അങ്ങനെയൊന്നും ഞങ്ങളുടെ പാർട്ടി ഇപ്പോൾ അങ്ങനത്തെ ഒരു കൺക്ലൂഷനിലേക്കൊന്നും വന്നിട്ടില്ല. ആ കാര്യങ്ങളൊക്കെ അവിടെ എന്താണ്, എങ്ങനെയാണ് കാര്യങ്ങൾ. കാരണം വിജയ്ക്ക് TVK എന്ന പാർട്ടിക്ക് മറ്റ് കക്ഷികളുമുണ്ട്. അപ്പൊ അവരോട് ഇപ്പൊ AIDMKയോട് എന്താണ് അവരുടെ സമീപനം, ഇതൊക്കെ തന്നെ നമ്മൾ പരിശോധിച്ചിട്ട് അതിനുശേഷമായിരിക്കും. ഞങ്ങളുടെ രാഷ്ട്രീയ ലക്ഷ്യമെന്ന് പറയുന്നത്, ആവർത്തിച്ചു പറയുകയാണ്, BJP എന്ന ഫാസിസ്റ്റ് പാർട്ടിയെയും അതിന്റെ സഖ്യകക്ഷികളെയും ഭരണത്തിൽ നിന്ന് അകറ്റി നിർത്തുക എന്നുള്ളതാണ്. ആ രാഷ്ട്രീയ ലക്ഷ്യത്തിന് അനുകൂലമായിരിക്കും, അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തമിഴ്നാട്ടിൽ CPI ഒരു നിലപാട് സ്വീകരിക്കുക. ഈ കേരളത്തിലെ ഇപ്പോ ഭരണം തമിഴ്നാട്ടിൽ പറയും. ശരി.